നോക്കാണി നോക്കാ നിങ്ങള് ചീരിനിക്കാ തല്ലൂടിന് മാണിക്കല്ലേ ചീരിനിക്ക് ഈ രണ്ട് പാക്ക് ഉണ്ടാവും ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കില്ലേ ഒച്ചപ്പാടുണ്ടാക്കല് താത്താരെ. السلام عليكم ورحمة الله تعالى وبركاته. أفمن المخلوق أنيس سرور سورا أبو بكر صديق الله عليه السلام جامع القرآن أنفت ما خيرا خيرا عثمان ذي النورين عليه السلام فارق بين حق وباطل كهرا كهرا عمر مليك فاروق الله عليه السلام جامع القرآن أنفت مال خير خيرا سمعنا النورين عليه السلام. الله بركة يته يا صاحب البعداد كل ناصر يا مطلب الحاجات عبد القادر يا قادر يا الله بركة നൽകട്ടെ. മഹാനായ ഔസുല്ലാദമാൻ ഔലിയാക്കളെ കുതുബാന ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിന്റെ മുന്നിൽ വിശ്രമം കൊള്ളുന്ന മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളെ ആ റഹ്മത്ത് ഈ മജ്ലിസിൽ ചൊരിഞ്ഞുകൊണ്ട് തമ്പുരാനെ ഇൻഷാ അല്ലാഹ് ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ ഉസ്താദന്മാര് വയത് പറഞ്ഞു. ലാസ്റ്റ് വയത് പറഞ്ഞ നമ്മുടെ ഉസ്താദിന്റെ വയത് ഇഷ്ടപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം 1 മണിക്കൂർ സമയം കൊടുക്കാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടേ? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഈ സമയത്തൊക്കെ നിങ്ങൾ ആലോചിക്കുന്നത് എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് യൂട്യൂബർമാർ കാത്തിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം എന്നിലൂടെ ഞാൻ എന്താ പറയുന്ന വെച്ചാൽ അതാണ് പോലെ ഞാൻ എന്താ പറയുന്നത് അതാണ് അവർക്കുള്ള ജീവിതം. 1 മാസം പിന്നെ അതന്നെയായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഞാന് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഒരു മെസ്സി വന്ന് അല്ലേ? കേരളത്തിൽ മെസ്സി വന്നു ഞങ്ങളുടെ നാട്ടില് പാലോട് പന്തിന്റെ പന്തലേ ഉണ്ടെങ്കിൽ എന്റെ പന്തുകളി കണ്ടെങ്കിൽ പറയേ ഇല്ല ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്. ആർക്ക് എന്തുവാണേ ചെയ്യാം. നൂറെ ഹബീബ് എന്ത് ചെയ്യരുത്? ചെയ്യാം. ആർക്ക് എന്തുവാണെങ്കിലും ചെയ്യാം. നൂറെ ഹബീബ് ചെയ്യരുത്. നമ്മളെ തടി ഒന്ന് വാമാകാൻ വേണ്ടി ചെറിയൊരു ഷുഗർ ഉണ്ട്. ഇപ്പൊ ഡോക്ടർമാര് പറഞ്ഞു തങ്ങളെ നിങ്ങൾ ഈ 24 മണിക്കൂർ ഇരിക്കല്ലേ, അപ്പൊ ഒന്ന് വാമാകുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ എന്തായിട്ട് പന്തളിച്ചാൻ പോയി. അപ്പൊ ഞാൻ തന്നെ വീഡിയോ എടുത്തു. ഞാൻ തന്നെ എടുക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ എടുക്കാൻ പറഞ്ഞു. അതെടുത്തു. ഒരുപാട് ആളുകൾ നല്ലത് പറഞ്ഞു. കുറെ ആളുകൾ അതുകൊണ്ട് കുട്ടികളെ പോറ്റാനായി. എന്തായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു നല്ല ഖൽബ് അല്ലാഹു കൊടുക്കട്ടെ. ഇത്രേ പറയാനുള്ളൂ. പിന്നെ എന്റെ ജീവിത ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ഈ മജ്ലിസിൽ പങ്കെടുത്തതും ഇന്ന് നമ്മൾ ഓതിയ യാസീനും അല്ലാഹു അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ അല്ലാഹു എഴുതി വെക്കട്ടെ. കാരണം നിന്റെ മക്കളുണ്ട്. ഇന്ന് ഞാന് സ്വർണം കൊടുത്തപ്പോ ആദ്യം ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ആ പെണ്ണിനെ കയ്യിലാണ് സ്വർണം കൊടുത്തത്. അതെന്താ അറിയോ? ആ സഹോദരി എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. നമ്മള് സാധാരണ കരയായിരിക്കും നമ്മളെ മക്കൾക്ക് വേണ്ടിയാ. എന്നാൽ ആ കുഞ്ഞു പെങ്ങള് വന്നൊരു ഹിന്ദു സഹോദരി, മുസ്ലിമായ സഹോദരി വന്ന് എന്റെ മുന്നിൽ കരഞ്ഞത് തന്റെ ഭർത്താവിന്റെ പെങ്ങള് അവളൊരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട്. ഭർത്താവ് മരിച്ചു,
അമ്മായിമ്മ മരിച്ചു, അമ്മോശം മരിച്ചു, ആരുമില്ല. ആ പെങ്ങളെ അടുത്ത വീട്ടിൽ പണിക്ക് പോയിട്ടാണ് നാത്തൂമാരെ നോക്കുന്നത്. അപ്പൊ അവളാണ് ആ സ്വർണം കൊടുക്കാൻ അർഹത. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. 66 എത്തിയ മക്കള് എന്റെ കുട്ടികളാ. 66 മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. 66 ഒരുപാട് ഉണ്ട്. എന്തിനാ വിളിച്ചു പോലെ ബുദ്ധിമുട്ടിച്ചു തരോ? ഇന്ന് ഇവിടെ ദുആ ചെയ്യുമ്പോ ആ പൊന്നുമക്കളെ ഒരൊറ്റൊരാൾ ആമീൻ പറഞ്ഞാൽ, ആ പൊന്നുമക്കൾ ആമീൻ പറഞ്ഞാൽ നമ്മളെ വിഷമങ്ങളൊക്കെ മാറും. ഈ കൂട്ടത്താൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ മക്കൾ, 66 മക്കൾ. ഓൽക്കാണ് ഈ നോട്ട് പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിയ. ഓല് ഒരു മാസം 5000 കൊടുക്കുന്നവരുണ്ട്, 10000 ഞാൻ കൊടുക്കുന്നുണ്ട്. ഓലെ ഹോസ്പിറ്റലിൽ ചെലവ്, ഓല എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ മിനിങ്ങാന്ന് ഒരു പൈത മക്കള് 3 എന്റെ മുന്നിൽ കൊടുന്നു. വാപ്പല്ല, 3 മക്കള് കുട്ടിന്റെ കുപ്പായം കീറിയിരിക്കുന്നു. ഞാൻ ചോദിച്ചല്ല മോനെ, ഞാൻ വിചാരിച്ചു ഇന്ത്യക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കുപ്പായം കീറിക്കൊടുന്നാണ്. എന്നോട് പറഞ്ഞു, ഉമ്മ തങ്ങളെ മക്കൾക്ക് ഒരു ഡ്രസ്സ് പോലും ശരിക്കില്ല. എന്റെ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം, എന്റെ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം. എന്റെ മക്കൾക്ക് ഒരു ഡ്രസ്സൊന്നും ശരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടുന്ന ഗതികൾ റബ്ബ് തരാതിരിക്കട്ടെ. 66 മക്കളെ ഞാൻ പിന്നെ 3 കുട്ടികൾ വയനാട്ടിലാണ്, 3 മക്കള് വയനാട്ടിലാണ്, ബാക്കിയുള്ളത് പല ജില്ലകളിലുമാണ്. ഇന്നും ആളുകൾ ഇങ്ങനെ വരികയാണ്, എന്റെ കുട്ടിനെ ഏറ്റെടുക്കണം. ഒരു ഗതിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ. പക്ഷേ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കറിയോ? നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്കാണ്. നിങ്ങളൊക്കെ ഇത് എഴുതി വെച്ചോ. നിങ്ങളൊക്കെ മരണപ്പെട്ടു പോയാൽ നിങ്ങളെ ശറഫ